മകരജ്യോതി ദർശനത്തിനായി കാൽനടയായി ശബരിമലയിലേക്കുള്ള യാത്രയിലാണ് ഈ സ്വാമിമാർ. ഈ യാത്ര ഇവർക്കൊരു തപസ്യയാണ്. മനസ്സിൽ നിന്ന് മറ്റെല്ലാ ഭാരങ്ങളും ഇറക്കിവെച്ച് അയ്യപ്പ ദർശനവും മകരജ്യോതി ദർശനവും മാത്രം മനസ്സിൽ കണ്ടുള്ള യാത്ര. നടന്നൊരു പ്രത്യേകാനുഭവം തന്നെ. അയ്യപ്പനെ കാണാൻ വേണ്ടി പല മാർഗങ്ങൾ വഴി ആൾക്കാർ വരുന്നുണ്ട്. അതിൽ ഏറ്റവും അനുഭൂതി ഉളവാക്കുന്നൊരു യാത്രയാണിത്. തിരുവാഭരണമായിട്ട് വരുന്നതെന്ന് പറയുന്നത്. ഞങ്ങൾ തിരുവാഭരണത്തിന് മുമ്പേ നടക്കുകയാണ്, അല്ലെങ്കിൽ അതുമായിട്ട് നടന്ന് കയറാൻ പറ്റത്തില്ല. ഞങ്ങൾ 4ാമത്തെ ദിവസം നടക്കരുത്, വീട്ടിൽ നിന്ന് തന്നെ നടന്നു വരിക. വീട് അമൃതപുരി. നടന്ന് ക്ഷീണിക്കുമ്പോൾ വനത്തിൽ ഇങ്ങനെ ഒരു മയക്കം. അല്പനേരം വനത്തിലെ ഇളം കാറ്റേറ്റ് വിശ്രമം. അനുഭവം 10-15-18 വർഷം കൊണ്ട് വരുന്നതാണ്. എല്ലാ വർഷവും മുടങ്ങാതെ വരുന്നുണ്ട്. ഒരു പ്രത്യേക അനുഭൂതിയാണിത്. ഉണ്ടുണ്ട്, ഇടയ്ക്ക് വിശ്രമിച്ചൊക്കെ വരത്തുള്ളൂ. ഇടയ്ക്ക് ചെളുക്കുഴി കഴിഞ്ഞ് വിശ്രമിച്ചിട്ടാണ് വന്നത്. പിന്നെ നമ്മുടെ പൂങ്കാമനത്ത് വിശ്രമിച്ചിട്ടാണ് വന്നത്. ഇനിയിപ്പോൾ അടുത്ത പ്ലാപ്പള്ളി വിശ്രമിക്കും. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ 5-10 മിനിറ്റ് പോകും. ഇല്ല, വലിയ കുഴപ്പമില്ല. വലിയ ക്ഷീണം അറിയത്തില്ല. സ്വാമിയെ കാണാനുള്ള, അയ്യപ്പനെ കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് എല്ലാ വർഷവും 10-18 വർഷം കൊണ്ട് ഞങ്ങൾ നടന്നു. ആദ്യമായി കാൽനടയായി ശബരിമലയിലേക്ക് മകരജ്യോതി ദർശനത്തിനായി പോകുന്ന സ്വാമിമാരും ഇക്കൂട്ടത്തിലുണ്ട്. ഈ യാത്ര വളരെ ഞാനൊരു ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതെനിക്കൊരു ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്നതുകൊണ്ടുള്ള ഒരു എന്താണെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് തുടങ്ങിയ. കുഴപ്പമില്ല, നല്ല അനുഭവമാണ്. യാത്രയ്ക്ക് ഇച്ചിരി യാത്രയുടേതായ ബുദ്ധിമുട്ടുകൾ കാണും, അത് വേറെ. എങ്കിലും ഇവരൊക്കെ ഇങ്ങനെ പോകുന്നല്ലോ, എന്തുകൊണ്ടാണ് അവരുടെ കൂടെ ഇങ്ങനെ യാത്ര. പ്രായഭേദമന്യേ കുഴമ്പൊക്കെ കയ്യിൽ കരുതിയാണ് കാൽനടയാത്ര. വിശ്രമിക്കുന്ന ഇടത്ത് തന്നെ ഭക്ഷണവും കഴിക്കും. പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദർശനത്തിനായി ഇനി മണിക്കൂറുകൾ മാത്രം. ശരണം വിളികളുമായി സ്വാമിമാർ നടന്ന് ശബരിമലയിലേക്ക് നീങ്ങുകയാണ്. റിപ്പോർട്ടർ, പത്തനംതിട്ട.